ചേട്ടായി 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 ഇതെന്തിരിപ്പാണ്? മതി കേട്ടോ സങ്കടപ്പെട്ടിരുന്നത്. എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഡാ ഈ ഇരിപ്പ് കണ്ടാ തോന്നുമല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിന്ന്. ചേട്ടായി ഒന്നുമില്ല, ജസ്റ്റ് അവരൊന്ന് വന്നു കണ്ടു പോയി. ഞാൻ സമ്മതിക്കാണ്ട് എൻ്റെ കല്യാണം നടക്കുമോ? ചേട്ടായി എന്നിട്ട് ഇപ്പോൾ ആളെവിടെ? നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ട് പോയി അല്ലേ? എനിക്കെപ്പോഴും ഈ പെങ്കൊച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇതുപോലെ ഇതേ ഡയലോഗൊക്കെ ആയിട്ട് ഒരുപാട് പേര് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ആൻഡ് ഇതിലൂടെ ഒരിക്കലും അവർ ആദ്യം വരുന്ന സമയത്ത് ചക്കരേ മുത്തേ ഏട്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. അത് കഴിയുമ്പം അവരവരുടെ കാര്യം നോക്കി പോകും. ഇങ്ങനെ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേര് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. ഇവർക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുടയില്ലേ, കുട എപ്പോഴാണ് ആവശ്യമെന്ന് അറിയാമോ? നല്ല മഴയുള്ളപ്പോഴും അല്ലെങ്കിൽ നല്ല വെയിലുള്ളപ്പോഴും. ഇത് കഴിയുമ്പം കുടയുടെ സ്ഥാനം ഒന്നെങ്കിൽ അതിലൊരു മൂലയ്ക്കായിരിക്കും അല്ലേ? ഇതുപോലെ നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് ഷെൽട്ടർ ആവല്ലേ. ഒന്നെങ്കിൽ അവരേതെങ്കിലും ഒരു റിലേഷനകത്ത് നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും നിങ്ങളെ കാണുന്നത്. കുറച്ച് കാലം നിങ്ങളുടെ കൂടെ അവർ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവർക്ക് അതിനകത്തിനുള്ള പെയിൻ അവർ മറക്കും. അത് കഴിയുമ്പം അവരവരുടെ കാര്യം നോക്കി പോകും, നിങ്ങളെ അവർ കുഴിയിലാക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഷെൽട്ടറായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം. ഇതിനകത്തിനൊക്കെ മാറാൻ പറ്റുമെന്നേ, എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. കാണാം. ജെബിൻ മാവേലിക്കര.